കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും. അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും. വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. താതൻ്റെ മാർവല്ലി ചൂടെനിക്ക്, താതൻ്റെ കൈയല്ലി തണലെനിക്ക്. താതൻ്റെ മാർവല്ലി ചൂടെനിക്ക്, താതൻ്റെ കൈയല്ലി തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാ തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ.
ആവതില്ല ആർക്കുമേ അങ്ങിപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. താതൻ്റെ മാർവള്ളി ചൂടെനിക്ക്, താതൻ്റെ കൈയല്ലേ തണലെനിക്ക്. താതൻ്റെ മാർവള്ളി ചൂടെനിക്ക്, താതൻ്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. ആരാധന 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 ആരാധന. ഹാലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് നീ അന്വേഷിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? യേശുവിന് അറിയാമായിരുന്നു ആ സ്ത്രീ എന്തിനാണ് കരയുന്നതെന്നും ആരെയാണ് അന്വേഷിക്കുന്നതെന്നും. എന്നാൽ അവളുടെ വായിൽ നിന്ന് തന്നെ, അധരത്തിൽ നിന്ന് തന്നെ യേശുവിന് കേൾക്കണമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം യേശു ചോദിച്ചത്. അവൾ പറയാണ്, ഒരു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട്, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എന്നോട് പറയുക എവിടെ വെച്ചെന്ന്, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ചില വചനഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. 6 അടി ഉയരവും പൊക്കവും വണ്ണവുമുള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുകയില്ല. എന്നാൽ ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എന്ന് വെച്ചാൽ സ്നേഹം ഭാരത്തെ കുറയ്ക്കുന്നു, ഭാരം സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയാണ്. യേശുവിനോടുള്ള സ്നേഹം ഇവളുടെ ഹൃദയത്തിൽ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ യേശുവിൻ്റെ ഭാരത്തെക്കുറിച്ച് ഇവൾ ചിന്തിക്കുന്നില്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രമായിരുന്നു ഇവളുടെ ചിന്തയിലും ഹൃദയത്തിലും ആത്മാവിലും നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ആഗ്രഹവും അഭിലാഷവുമാണ് നമ്മളിന്ന് എടുത്തുകൊണ്ട് നടക്കുന്നത്. യേശുവിനറിയാമായിരുന്നു ഈ സ്ത്രീക്ക് യേശുവിൻ്റെ ശരീരത്തെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുകയില്ല എന്ന്. എന്നാൽ ഇവളുടെ ആഗ്രഹം ഇവളിൽ നിന്നും പുറത്തേക്ക് വന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം. യേശുവിൻ്റെ ശരീരത്തെ യേശു രൂപാന്തരപ്പെടുത്തുകയും പരിശുദ്ധ കുർബാനയുടെ ആകൃതിയിൽ ആയിത്തീർന്നു. നമ്മുടെ നാവിൽ അതേ കർത്താവിനെ എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ദിവസവും നമ്മൾ നടക്കുകയാണ്, ഒരു ഭാരവുമില്ലാതെ. സ്നേഹമായ കർത്താവിനെ ഹൃദയത്തിൽ അധരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നുവെങ്കിൽ ഈ സ്ത്രീ അന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 3 തരം കണ്ണുനീരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്.
ഒന്ന്, ലോകത്തിലെ ദുരിതങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പട്ടിണിയിലൂടെയും രോഗങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിൽ ആണ്ടുപോയി ജീവിതത്തെ പഴിച്ചുകൊണ്ട് കരഞ്ഞ് ചിലർ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ചെറിയ സമൂഹങ്ങൾ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തൊരു തരം കണ്ണുനീരുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദുരിതങ്ങളിലും പ്രശ്നങ്ങളുടെ നടുവിലും ഓടി യേശുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് യേശുവിനെ നോക്കി കരയുന്ന ചില ജീവിതങ്ങൾ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. മൂന്നാമതൊരു തരം കണ്ണുനീരുണ്ട്. യേശു നഷ്ടപ്പെട്ടു പോയെന്ന തിരിച്ചറിയിൽ ജീവിതത്തിൻ്റെ ഒരു യാത്രയുടെ മധ്യത്തിൽ എവിടെയോ വെച്ച് ചില പാപത്തിൽ വീണ് യേശു നഷ്ടപ്പെട്ട് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വേദനയിൽ ചങ്കിൽ നിന്നുയരുന്ന നിലവിളിയുണ്ട്. ഈ നിലവിളിയുടെ മധ്യത്തിലൊക്കെയാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. രണ്ടാമത്തെ തരം കണ്ണുനീരിലേക്കെങ്കിലും നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ തരം കണ്ണുനീര് ബോധപൂർവം ഉപേക്ഷിച്ച് കളയാൻ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളെ നോക്കി കരയാതെ, ദുരിതങ്ങളിൽ നോക്കി കരയാതെ, ഒറ്റപ്പെടലിൽ നോക്കി കരയാതെ, നിരാശയിൽ ആണ്ടുപോകാതെ, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അവിടെ നിന്നും ചടകുടഞ്ഞെഴുന്നേറ്റ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് യേശുവിനെ നോക്കി കരയുന്ന ഒരു ആധ്യാത്മിക ജീവിതം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മഗ്ദലേന മറിയത്തിൽ നമ്മൾ കാണുന്നത്. അവൾ കല്ലറയുടെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു എന്നാണ് പറയുന്നത്. കല്ലറയുടെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നെന്താ? ആ കല്ലറയിലായിരുന്നു കർത്താവിനെ അടക്കിയിരുന്നത്. ആ കല്ലറയ്ക്കുള്ളിൽ യേശു ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ നിരാശയിൽ ആണ്ടുപോയി മുറിയടച്ചിരുന്ന ശിഷ്യന്മാരുടെ അരികിലേക്ക് ഈ സ്ത്രീനെയാണ് പറഞ്ഞുവിടുന്നത്. രണ്ടാമത്തെ തരം കണ്ണുനീരാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ജീവിതങ്ങളെ അങ്ങനെ കരഞ്ഞ് അനുഗ്രഹം പ്രാപിച്ച ചില ജീവിതങ്ങളെയും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 56-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചാണിത് പറയുന്നത്? ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സമീപിക്കാൻ ഒരു വ്യക്തി ഉണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കരയുന്ന വ്യക്തികളുടെ കണ്ണുനീരാണ് കർത്താവ് വഹിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ക്ഷയിച്ചിരിക്കുകയാണോ? നിരാശയിൽ ആണ്ടുപോയിരിക്കുകയാണോ? സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഈ നിമിഷം തന്നെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ. കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നുള്ള ബോധ്യത്തിൽ ആ കണ്ണുനീര് എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് അതിലൊരു പ്രതിഫലവും വെച്ചിട്ടുണ്ട്. അതായത് കുപ്പിയിൽ ശേഖരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. ഉറുമ്പരിക്കാതിരിക്കാൻ, ഉറുമ്പ് കയറാതിരിക്കാൻ പൂട്ടി സൂക്ഷിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനം എന്താണ്? നിന്റെ കണ്ണീർ കണങ്ങൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, അത് പൂട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. കർത്താവിനെ നോക്കി കരയുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരിന് വലിയ വിലയിട്ട ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ഹന്ന ആദ്യം കരഞ്ഞത് ഈ ലോകത്തെ നോക്കിയിട്ടാണ്, പ്രശ്നങ്ങളെ നോക്കിയിട്ടാണ്. എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരാളാണ് അന്ന. അന്നയ്ക്കൊരു കുഞ്ഞില്ലായിരുന്നു. കുഞ്ഞ് ഇല്ലാത്തതിനേക്കാൾ വലിയ വേദനയാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ചില വാക്കുകളിലൂടെ ചില പ്രവൃത്തികളിലൂടെ ഹൃദയത്തിലേക്ക് തറച്ച് കയറുന്നത്. ഞാനും അങ്ങനെ കടന്നുപോയൊരു വ്യക്തിയാണ്. ഒരു ദിവസം അന്നയുടെ കൂടെ ഉണ്ടായിരുന്ന എൽക്കാനയുടെ മറ്റൊരു ഭാര്യ അന്നേനെ നിരന്തരം മാനസികമായി തളർത്തിയപ്പോഴത്തേന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മുറിക്കകത്ത് അഭയം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് അന്ന കരയുകയാണ്. കുഞ്ഞില്ലാത്തതിൻ്റെ വേദന ഒരു സൈഡിൽ, കുഞ്ഞില്ലാത്തതിൻ്റെ പേരിലുണ്ടായ കളിയാക്കൽ മറു സൈഡിൽ. കരഞ്ഞ് കരഞ്ഞ് തേങ്ങിക്കിടക്കുന്ന അന്നയുടെ അരികിലേക്ക് എൽക്കാന വന്ന് പറയുന്ന ഒരു വചനം വല്ലാതെ മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ്. എൽക്കാന പറയുന്നൊരു വാക്കുണ്ട്, അന്നേ നീ എന്തിനാണ് കരയുന്നത്? ഇത് യേശു ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ തുല്യനല്ലേ? ഒരു ഭാര്യയെ സംബന്ധിച്ച് ആശ്വസിക്കാൻ ഈ ഒരു വാക്ക് ധാരാളം പോരെ. പ്രിയപ്പെട്ടവരെ, അത് അവളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. അവൾ അവിടുന്ന് എഴുന്നേൽക്കുന്നു, നേരെ മുഖം കഴുകി
ഭക്ഷണം എൽക്കാനമായി കഴിക്കുന്നു. എന്നാൽ ഹന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നേരെ ദേവാലയത്തിലേക്ക് പോയാണ്. ദേവാലയത്തിൽ അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹന്ന കണ്ണുനീരൊഴുക്കുകയാണ്, വിതുമ്പുകയാണ്. അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഹൃദയം നൊന്ത് കരഞ്ഞു, പ്രാർത്ഥിച്ചു എന്നാണ്. ഹന്ന ആദ്യം കരഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ വാക്കുകളിൽ നിന്നുണ്ടായ മുറിവിൽ നിന്നാണ്. ആദ്യം കരഞ്ഞത് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന ഓർത്തിട്ടാണ്. എന്നാൽ രണ്ടാമത് കരയുന്നത് ഇത് എൻ്റെ ഭർത്താവിന് പരിഹരിക്കാൻ കഴിയില്ല, എൻ്റെ കർത്താവിന് ഇത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അന്ന കരയുന്നത്. അന്നയുടെ ചുണ്ടുകൾ കൂട്ടിയടിക്കുന്നുണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് പുരോഹിതനായ ഏലി അവിടെ നോക്കി നിൽക്കുകയാണ്. ഏലി സംശയിച്ചു പോയാണ്, ഇവള് ലഹരി ഉപയോഗിച്ചു വെറുതെ പിച്ചും ഭ്രാന്തും പറയുകയാണോ എന്ന്. ഏലി പറയാണ്, നിന്റെ ലഹരി അവസാനിപ്പിക്കുക, എത്ര നേരമായത്? അന്ന പറഞ്ഞ ഒരു വാക്കാണ്, ഗുരു എന്നെ ഒരു അധപ്പതിച്ചവളായി അങ്ങ് കാണരുതും, എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിനോട് ഞാൻ പകരുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നിലവിളിയായി കണ്ണുനീരായി എൻ്റെ കർത്താവിനോട് ഇത് പകരുകയാണ്. അപ്പോഴാണ് ഏലി പുരോഹിതൻ ഒരു ആശീർവാദം കൊടുത്തിട്ട് പറയുന്നത്, അടുത്ത വർഷം ഇതുപോലെ സമയത്തിന് മുമ്പ് ഒരു ആൺകുഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ദുരിതങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെല്ലാം മക്കളില്ലാതെ എൻ്റെ വേദനയിൽ ചില വ്യക്തികൾ വിളിക്കാനിടയായി. ചില വചനങ്ങൾ നമുക്ക് തരുന്നൊരു ശക്തിയുണ്ട്, ചില സന്ദേശങ്ങൾ നമുക്ക് തരുന്ന ഒരു സൗഖ്യമുണ്ട്. ഇത് ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഇപ്പോഴുമില്ല. എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കുകയും എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തുകയും ചെയ്ത ഒരു വചനഭാഗമാണിത്. എനിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കരമായൊരു ഇഷ്ടമാണ്, സ്നേഹമാണ്. അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ മക്കളെന്ന് കാണുമ്പോൾ ഭയങ്കര, അതുകൊണ്ട് എനിക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് അറിയത്തില്ല. നിഷ്കളങ്കമായി സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ മറ്റുള്ളവരുടെ മക്കളെ കാണാൻ ശ്രമിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ചില നൊമ്പരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ചില വേദനകളിലൂടെ ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ പോലും മനസ്സിലാക്കാതെ പോയ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തുകയും എന്നെ മുമ്പോട്ട് നയിക്കുകയും ചെയ്ത ഒരു വചനഭാഗമാണ്. എൻ്റെ ഭാര്യനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കുറേ കൂടെ എന്നെ സഹായിച്ചത്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സ്നേഹിക്കാൻ സഹായിച്ച ഒരു വചനമാണ്. മക്കളേക്കാൾ വലിയ ബന്ധമാണ് ഭാര്യ ഭർത്ത ബന്ധമെന്ന് ഈ എൽക്കാനയിലൂടെയാണ് എനിക്ക് പ്രചോദനം കിട്ടിയതും ഞങ്ങളുടെ ബന്ധം കൂടുതൽ ആഴപ്പെടുവാനും ഇടയായത്. അല്ലയോ ഏതെങ്കിലും സഹോദരി സഹോദരന്മാർ മക്കളില്ലാത്തതിനെ ഓർത്ത് വേദനിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, മക്കളേക്കാൾ വലിയ ബന്ധമാണ് ഭാര്യ ഭർത്ത ബന്ധം. രണ്ടാമത്, മക്കളുള്ളവർ മക്കളെക്കുറിച്ച് ഒരുപാട് വേദനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കണം, മക്കളേക്കാൾ വലിയ ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. അബ്രഹാം 75-ാമത്തെ വയസ്സിലാണ് ഒരു വാഗ്ദാനം സ്വീകരിക്കുന്നത്. കുഞ്ഞിനെ കുറിച്ചും ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കെ വാഗ്ദാനം ലഭിക്കുകയാണ്. എന്നാൽ അബ്രഹാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദന അബ്രഹാമിനെ ഭരിക്കുമെങ്കിലും അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ കുഞ്ഞുങ്ങളെക്കാൾ അധികമായി ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങളെ നൽകാൻ കഴിവുള്ള, ഇനി കുഞ്ഞുങ്ങളെ നൽകിയില്ല എങ്കിൽ പോലും ദൈവത്തോടുള്ള ബന്ധം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ആഴപ്പെട്ടതായിരുന്നു, വേർതിരിക്കാൻ പറ്റാത്തതായിരുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ, 100-ാമത്തെ വയസ്സിൽ ആ വാഗ്ദാനം നിറവേറപ്പെടുകയാണ്, ഒരു കുഞ്ഞ് ലഭിക്കുകയാണ്. സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഒരു സ്വരം കേൾക്കുകയാണ്, അബ്രഹാം നീ സ്നേഹിക്കുന്ന നിന്റെ കുഞ്ഞിനെ 3 ദിവസത്തെ യാത്ര ചെയ്ത് മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ബലി അർപ്പിക്കുക എന്ന്. ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയായിരിക്കണം അബ്രഹാമിൻ്റെത്. കാരണം സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ്, താലോലിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഒരു സ്വരം കേൾക്കുകയാണ്. കാരണം ഇന്നലെ വരെയും ദൈവസ്വരം അബ്രഹാം കേട്ടതുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. കാരണം ദൈവമാണ് പറയുന്നത്. 3 ദിവസത്തെ യാത്ര മോറിയ മലയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മോറിയ മലയുടെ താഴെ എത്തുമ്പോൾ വേലക്കാരെ താഴെ നിർത്തിയിട്ട് കുഞ്ഞിനെയും കൊണ്ടാണ് മുകളിലോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാ ഒരു സ്വരം അബ്രഹാമിൻ്റെ ചങ്ക് തറച്ച് കയറുകയാണ്. മകൻ ഇസഹാക്ക് വിളിക്കുകയാണ്, പിതാവേ എന്താ മകനെ എന്നാ പിതാവ് ചോദിക്കുകയാണ്. തീയുണ്ട്, വിറകുണ്ട്, വെലിക്കുള്ള കുഞ്ഞാടെവിടെ? ചങ്ക് പറഞ്ഞു പോയി കാണും ആ ചോദ്യം.
കാരണം കുഞ്ഞാടിനെയും കൊണ്ടാണ് കയറുന്നത്. ഒരേ ഒരു വാക്ക് ദൈവം തരും എന്ന് പറയാൻ പറ്റില്ല. മകൻ തന്നെയാണ് കുഞ്ഞാട് എന്ന്. സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞ് മരണത്തോടടുത്ത് ICUയിൽ കിടന്നെന്നിരിക്കട്ടെ, പിതാവോ മാതാവോ ആയിക്കോട്ടെ, കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അപ്പനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, കുറച്ചു നാളും കൂടെ അപ്പനോടൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഈ കുഞ്ഞ് പറയുകയാണെങ്കിൽ മനസ്സ് തകർന്ന് ചങ്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീണ് ഓടാൻ നോക്കും നമ്മൾ. ഇതുപോലെ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ചങ്ക് പറഞ്ഞു കാണും പ്രിയപ്പെട്ടവരെ. ഈ അബ്രഹാമിനോട് ഇസഹാക്ക് ഇത് ചോദിക്കണമെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞല്ല. ഇതിനു മുമ്പ് മോറിയ മലയിൽ മറ്റ് ബലികൾ അർപ്പിക്കുവാൻ വേണ്ടി ഇസഹാക്കുമായിട്ട് പോയി കാണണം. അന്ന് വിറകുമുണ്ടായിരിക്കണം, തീയുമുണ്ടായിരിക്കണം. ഇന്ന് വിറകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടില്ല, അന്ന് കുഞ്ഞാടും ഉണ്ടായിരിക്കണം. താൻ തന്നെയാണോ കുഞ്ഞാടെന്ന് ഈ മകൻ മണത്ത് അറിഞ്ഞു കാണണം, അല്ലെങ്കിൽ ഉള്ളിൽ തോന്നിക്കാണണം. മോറിയ മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് എത്തുമ്പോൾ മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പിതാവ് പറഞ്ഞു കാണും, മകനെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നോട് ചോദിച്ചില്ലേ ബലിക്കുള്ള കുഞ്ഞാട് എവിടെന്ന്? ഓർക്കുന്നോ മകനെ, 100ാമത്തെ വയസ്സിൽ നിന്നെ എൻ്റെ മടിയിലേക്ക് നിന്റെ സർവശക്തനായ ദൈവം എടുത്തു വെച്ച് തന്നപ്പോൾ ഞാൻ നിന്നെ ചങ്കിനോട് ചേർത്ത് വെച്ചു. ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിൽ നിന്നും ഇടം വലം ഞാൻ വ്യതിചരിച്ചിട്ടില്ല. ആ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്നും ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും 100 വയസ്സ് വരെ എന്നെ ഇവിടം വരെ എത്തിക്കുകയും മനുഷ്യന് അസാധ്യമായത് നീ എന്നൊരു കുഞ്ഞിനെ എനിക്ക് തരികയും ചെയ്ത ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഞാൻ പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം, ബലിക്കുള്ള കുഞ്ഞാട് മകനാണോ എന്ന് ഇസഹാക്കിനോട് ഈ അബ്രഹാം പറയുന്ന സമയത്ത് എൻ്റെ വിശ്വാസം ഈ മകൻ ചങ്കുപൊട്ടി കരഞ്ഞ് കാണും, എന്നെ കൊല്ലല്ലേ അപ്പ, എൻ്റെ അമ്മയോടൊന്ന് യാത്ര ചോദിക്കണം, എനിക്ക് അപ്പനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് അബ്രഹാമിൻ്റെ ചങ്കിൽ കിടന്നുകൊണ്ട് ഈ മകൻ കരഞ്ഞു കാണണം. ആ കരച്ചിലിൻ്റെ ഒടുവിൽ ഇസഹാക്ക് ഒരു തീരുമാനമെടുത്ത് കാണണം, അപ്പ ഞാൻ റെഡിയാണ്, എൻ്റെ അപ്പൻ ഒരിക്കലും തെറ്റുപറ്റത്തില്ല. എന്നാൽ ഇനി എൻ്റെ അപ്പന് തെറ്റുപറ്റിയാലും എൻ്റെ അപ്പൻ്റെ അപ്പനായ ദൈവത്തിന് തെറ്റുപറ്റില്ലപ്പ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബലിപീഠത്തിൻ്റെ മധ്യയിൽ കയറി കിടന്ന് കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവം ഇങ്ങനെ പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണെന്ന്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണെന്ന്. സ്വർഗത്തു നിന്നുള്ള വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അവിടെ തീർന്നു. ഇതാ ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ യേശു, അങ്ങയുടെ ഗീതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ യേശു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ മനോഭാവം നമ്മളിൽ രൂപപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇനി അബ്രഹാം കാണാത്തൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തോണം, ഒരു മലയിൽ ഒരു സൈഡിലൂടെ മകനെയും കൊണ്ട് അബ്രഹാം മോറിയ മലയിലേക്ക് കയറിയപ്പോൾ മറു സൈഡിലൂടെ അതേ ദൈവം ഒരു കുഞ്ഞാടിനെയും കൊണ്ട് അതേ മോറിയ മലയിലൂടെ കയറി. പ്രിയപ്പെട്ടവരെ, അതേ മോറിയ മലയിലൂടെ കയറി. നീ ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വെളിപ്പെടും. നിന്റെ ദൈവം, അതാണ് ഈ സ്ത്രീയിൽ കണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ മഗ്ദലന മറിയത്തെ കണ്ടത്. അപ്പോസ്തലന്മാർ കതകടച്ച് ഭയന്ന് വിറച്ച് റൂമിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ റോമ പട്ടാളക്കാരി പീഡിപ്പിക്കുമെന്നുള്ള ഭയം മഗ്ദലന മറിയത്തെ തീണ്ടിയില്ല. വെളുപ്പാൻ രാവിലെ അവളെ റോമാക്കാർ കളിയാക്കൂന്നുള്ള ഭയം അവളെ സമീപിച്ചില്ല. ഒരു രാത്രിയുടെ യാമം മുഴുവൻ നിദ്ര നഷ്ടപ്പെട്ടു. വെളുപ്പാൻ്റെ നേരം ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തെ ഒന്ന് കണ്ട് സുഗന്ധദ്രവ്യം ഒന്ന് പൂശി എൻ്റെ കർത്താവിനെ ഒന്ന് ചുംബിക്കാമെന്നുള്ള ഏക ആഗ്രഹം അവളെ വല്ലാതെ ഭരിച്ചു കാണും. കാരണം അവൾ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചിരുന്നു. തൻ്റെ പ്രാണപ്രിയനെ അടക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് ഈ സ്ത്രീയെ ഓടാൻ പ്രചോദിപ്പിച്ചത് യേശുവിനുള്ള സ്നേഹമാണ്. യേശുവിൻ്റെ ശരീരം അവിടെ കാണാതിരുന്നപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തെ വേദനയാണ്. എന്തിനാണ്? അതാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് അവളോട് പറഞ്ഞത്, സ്ത്രീയെ, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. ഞാൻ ഇതുവരെയും എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോയിട്ടില്ല. സ്നേഹം തടയും പ്രിയപ്പെട്ടവരെ, സ്നേഹം തടയും. നീ ആരെ നോക്കിയാ കരയുന്നത്? മാർത്തായും മറിയവും ലാസറിൻ്റെ
വേർപാട് അവരെ താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നുവെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ അവർ വാവിട്ട് കരഞ്ഞില്ല. അവരുടെ ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു സഹോദരൻ്റെ വേർപാടിനെ ഓർത്ത്. അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ജനങ്ങൾ അവിടെ കൂടിയിരുന്നു. എന്നാൽ യേശു വരുന്നു എന്ന് കണ്ടപ്പോൾ, യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കലേക്ക് ചെന്ന് വീണിട്ട് അവർ കണ്ണുനീര് പൊഴിച്ചു. അവർ കരഞ്ഞു. എപ്പോഴാണോ? യേശുവിനെ കണ്ടപ്പോഴാണ് അവർ കരഞ്ഞത്. ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ലാസറിനെ തിരികെ കൊടുത്തത്. നിങ്ങൾ ഓർക്കണം, മാർത്തായുടെ മറിയത്തിനോടൊപ്പം കരഞ്ഞ യേശുവിനെയാണ് കരയുന്നത്. യേശു കണ്ണുനീര് പൊഴിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു തരം കണ്ണുനീരാണ്, നീ എപ്പോൾ വീണു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണോ നിന്റെ കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പടുന്നില്ല എന്ന് തോന്നുന്നോ, അപ്പം നീ കരയണം. കർത്താവിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ അറിഞ്ഞു. യേശു നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ, എൻ്റെ പാവം എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റി എന്നുള്ള ബോധ്യം ലഭിച്ചാൽ മാത്രമേ അത് തിരിച്ച് ലഭിക്കുവാൻ വേണ്ടി കരയാൻ പറ്റത്തുള്ളൂ. തള്ളിപ്പറഞ്ഞുകൊണ്ടുപോയ പത്രോസ് പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞപ്പോഴാണ് രാത്രിയുടെ യാമത്തിൽ കല്ലിൽ ചുട്ടപ്പവും വറുത്ത മീനുമായി മീൻ പിടിക്കാൻ പോയ പത്രോസിൻ്റെ പിറകെ യേശു നടന്നത്. സർവശക്തനായ ദൈവമേ, അങ്ങേ നോക്കിക്കൊണ്ട് കരയുവാൻ, പാപം ചെയ്ത് അങ്ങയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, തിരിച്ചു വരാൻ പറ്റാതെ പതറിപ്പോകുമ്പോൾ കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി രക്ഷിക്കണേ അപ്പാ എന്ന് വിളിച്ച് കരയുവാൻ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.